ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ പഠിച്ച ഓംസ് ലോ, ക്രിച്ചോഫ്സ് ലോ, അതുപോലെ തന്നെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ട്, ബാറ്ററി ഉണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നോക്കുന്നത്. അറൗണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സാമിന് പലതവണ ചോദിച്ച റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ച അതുപോലത്തെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യണം, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, എന്താണ് ഓംസ് ലോ എന്നാണ്. സോ നമുക്കറിയാം ഓംസ് ലോ എന്ന് വെച്ചാൽ എന്താണ്. ഓംസ് ലോ ഇസ് സിംപ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓംസ് ലോ എന്ന് വെച്ചാൽ എന്താണ്, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ് ഓംസ് ലോ എന്ന് പറയുന്നത്. സോ ഓംസ് ലോ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ഫ്രം ദിസ് ഇക്വേഷൻ ഞാൻ പറഞ്ഞു നമുക്ക് വി ക്യാൻ റൈറ്റ് 3 ഇക്വേഷൻസ് അല്ലേ. നമുക്ക് ആകെ 3 ഇക്വേഷൻ ആണ് ഇതെന്ന് എഴുതാൻ പറ്റുന്നത്. ഒന്ന് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആൻഡ് വിത്ത് റിട്ടേൺസ് ഇൻ ടേംസ് ഓഫ് ഐ നമുക്ക് വി ബൈ ആർ എന്ന് എഴുതാം. അതുപോലെ ആറിൻ്റെ ടേംസിൽ എഴുതിയാൽ നമുക്ക് എന്ത് പറയാം, വി ബൈ ഐ എന്ന് പറയാം. ഇങ്ങനെ 3 രീതിക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഈ ഇക്വേഷൻ എഴുതാൻ പറ്റുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്നതിൻ്റെ അകത്തുള്ള ഓംസ് ലോയുടെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഇവർ തന്നിരിക്കുകയാണ്. അപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരിക്കില്ല തരുന്നത്, ഇതിലേതെങ്കിലും ഒരു രീതിക്കായിരിക്കും തരുന്നത്. അങ്ങനെ ഏത് രീതിക്ക് ചോദിച്ചാലും നമ്മൾ ഏതാണോ കറക്റ്റ് ഇക്വേഷൻ അത് എഴുതുക എന്നുള്ളതാണ്. സോ ഓംസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, കറണ്ടിന് ഈക്വൽ ആണ്, മൾട്ടിപ്ലൈഡ് ബൈ റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ്. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആഡ് ചെയ്യണം, ഇതാണ് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ ഓംസ് ലോ തന്നിട്ട് ടെമ്പറേച്ചറിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിരിക്കും. അതിൽ തന്നെ പറയും കോൺസ്റ്റൻ്റ് ആണോ, റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണോ, അല്ല വേരി ചെയ്യുന്നതാണോ, അങ്ങനെ എന്ത് ചെയ്യും, ഒരു ടേം ഒരു തന്നിരിക്കും. സോ അത് തെറ്റിക്കാൻ പാടില്ല. ടെമ്പറേച്ചർ എന്താണ്, റിമെയിൻസ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. സോ നോട്ട് ചെയ്യുക ഇക്വേഷൻ. നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻ്റ് ആണ്. സോറി, എസ് ഐ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എസ് ഐ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് അറിയാം അല്ലേ എല്ലാവർക്കും. എന്താണ് ആൻസർ, ഓം ആണ്. ഓം എല്ലാവർക്കും അറിയാം, ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ഇസ് മെഷേർഡ് ഇൻ ഓം. എ കണ്ടക്ടർ ഹാസ് റെസിസ്റ്റൻസ് ഓഫ് 1 ohm ഇഫ് 1 volt പ്രൊഡ്യൂസ് എത്ര ആംപിയർ പ്രൊഡ്യൂസ് ചെയ്യും, ഒരു 1 ആംപിയർ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ക്വസ്റ്റ്യനും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് അല്ലേ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ബേസിൽ നിന്ന് തുടങ്ങി കുറച്ച് ഹൈ ലെവൽ ക്വസ്റ്റ്യൻ എല്ലാം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത് പോകാവുന്നതാണ്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എസ് അഗെയിൻ അതുപോലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, സിമ്പിൾ ഓഫ് റെസിസ്റ്റർ, അതായത് ആർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ആർ ഇസ് ഈക്വൽ ടു വി ബൈ ഐ അല്ലേ. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് വോൾട്ടേജിന് എന്താണ് ഈക്വലും ആൻഡ് ഇറ്റ് ഈസ് കറണ്ട് വെച്ച് എന്താ ചെയ്യുന്നത്, ഡിവൈഡും ആയിരിക്കും അല്ലേ. ആർ ഈക്വൽ ടു വി ബൈ ഐ എന്നായിരിക്കും. അത് നമ്മൾ ഈ വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് എഴുതിയതാണ്. ഓക്കെ, അതിന് ഡൗട്ട് ഇല്ലല്ലോ. നമ്മൾ ആറിനെ എന്താ ചെയ്യുന്നത്, വി ബൈ ഐ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഇഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്. ഇഫ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ കറണ്ടിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. സോ നോക്കിക്കേ, ഇതിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് റെസിസ്റ്റൻസ് കൂടുന്നു എന്നാണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആറിൻ്റെ അകത്ത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുമ്പോൾ വോൾട്ടേജ് എന്താ ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് ആയിട്ടിരുന്നാൽ കറണ്ടിന് എന്ത് വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. നോക്കിയേ, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ് എന്നവർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുമ്പം ഒബ്വിയസ്ലി കറണ്ടിൻ്റെ വാല്യൂ കുറയണ്ടേ, എങ്കിലല്ലേ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ അവർ ആ ടേമിൽ അങ്ങനെ എടുത്ത് പറഞ്ഞിരിക്കുകയാണ്, വോൾട്ടേജ് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് എന്ത് ചെയ്തിരിക്കണം, കറണ്ട് റെഡ്യൂസ് ആവണം, എങ്കിലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കോൺസ്റ്റൻ്റ് വാല്യൂ കിട്ടുള്ളൂ. അപ്പോൾ വോൾട്ടേജ് വാല്യൂ ഡിക്രീസ് ആണ്. അപ്പോൾ ഓംസ് ലോയ്ക്കകത്ത് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവർ ഇക്വേഷൻ യൂസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്, ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. അല്ലെങ്കിലും വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണെന്നുള്ള കണ്ടീഷനിൽ ഉറപ്പായിട്ടും എന്തായിരിക്കും ആൻസർ, ഡിക്രീസ് തന്നെയായിരിക്കും ആൻസർ വരുന്നത്. ഓക്കെ,
ഇനി വോൾട്ടേജ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് സെയിം ആക്കി വെച്ചാൽ കറണ്ടിന് എന്താണ് വരുന്നത്? സോ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ യൂസ് ചെയ്താൽ മതി. ഇവിടെ വോൾട്ടേജ് എന്ത് ചെയ്തിരിക്കുന്നു? ഇൻക്രീസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ റെസിസ്റ്റൻസിന്റെ വാല്യൂ അവർ എന്ത് ചെയ്തിട്ടുമുണ്ട്? സെയിം ആക്കിയിട്ടുമുണ്ട്. അപ്പൊ കറണ്ടിന്റെ വാല്യൂ എന്ത് തന്നെ ചെയ്യും? വോൾട്ടേജും കറക്റ്റും ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ലേ? അപ്പൊ അവരെന്ത് ചെയ്തോളും? അതിന്റെ വാല്യൂ ഇൻക്രീസ് തന്നെ ചെയ്യും. വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യും? കറണ്ടിന്റെ വാല്യൂം എന്ത് തന്നെ ഇൻക്രീസ് ചെയ്യും. കാരണം അവർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വോൾട്ടേജ് ആണ്. ഓക്കെ, അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് എന്തായിരിക്കും? അത് ഒന്ന് കൂടുമ്പോൾ മറ്റിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ അല്ലേ? ഓക്കെ, സോ ദിസ് ഇസ് ഇഫക്റ്റ് ഓഫ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമല്ലോ. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പം ആ റിലേഷൻ അറിയാവുന്നവർക്ക് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. മെയിൻ ആയിട്ടും വി ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ് എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, എന്താണ് ഓംസ് ലോയുടെ കണ്ടീഷൻ? ഓംസ് ലോ എന്ന് പറയുന്നത് ഇസ് വാലിഡ് ഓൺലി വെൻ, എപ്പോഴാണ് വാലിഡ് ആവുന്നത്? അതിൽ ഇത്രയും ഓപ്ഷൻ തന്നിട്ടുണ്ട് അല്ലേ? നമുക്കറിയാം ഏതാണ് കണ്ടീഷൻ. യെസ്, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്ത് തന്നെ ആയിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പം ഞാൻ ഇതിന്റെ ക്ലാസ് എടുത്തപ്പോഴേ ആ ടേം പറഞ്ഞു. ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ മാത്രമേ ഓംസ് ലോ എന്ത് ചെയ്യുള്ളൂ? ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. സോ ആ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, കൃത്യമായിട്ട് നോക്കി വെക്കാൻ പറഞ്ഞു. സോ ഹിയർ ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് മാറും. ആൻഡ് ഓംസ് ലോ മേ നോട്ട് റിമെയിൻ ആക്യുറേറ്റ്. ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാറിക്കഴിഞ്ഞാൽ എന്ത് മാറും? റെസിസ്റ്റൻസിന്റെ വിലയും മാറും. സോ റെസിസ്റ്റൻസ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഓംസ് ലോ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആണ് എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്? ഇൻ ദിസ് കേസ് ഓംസ് ലോയിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. സോ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടക്ടൻസ് റിലേറ്റഡ് ആണ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ് ആരെന്ന് പറയുന്നത്? വിച്ച് ടേം? കണ്ടക്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ജി എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ജി ഈസ് ഈക്വൽ ടു 1/r ആണ്. അതായത് കണ്ടക്ടൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. സോ ഇതിന്റെ ആൻസർ എന്താണ്? കണ്ടക്ടൻസ് ആണ്. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ദ എബിലിറ്റി ഓഫ് എ കണ്ടക്ടർ ടു അലോ കറണ്ട് ടു ഫ്ലോ, അതായത് കറണ്ടിനെ കടത്തിവിടാനായിട്ടുള്ള കഴിവിനെയാണ് എന്ത് പറയുന്നത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ റെസിപ്രോക്കൽ ആണ് എന്ത്? റെസിസ്റ്റൻസ്, അതായത് കറണ്ടിനെ കടത്തിവിടാതിരിക്കാനുള്ള അതിന്റെ കഴിവിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇതിനെന്താണ് പറയുന്നത്? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ കടത്തിവിടാനുള്ള അതിന്റെ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. സോ ജി ഈസ് ഈക്വൽ ടു 1/r എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് കണ്ടക്ടൻസ്? ഇത് ക്ലാസ് തുടങ്ങിയപ്പോൾ മുതലേ ഞാൻ പറയുന്നതാണ്. സോ സിമെൻസ് ആണെന്ന് പറയുന്നുണ്ട്. ഇസ് മെഷേർഡ് എസ് സിമെൻസ് ആണ്, എസ് ആണ് അതിൻ്റെ യൂണിറ്റ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കണ്ടക്ടൻസ്, ജിയുടെ യൂണിറ്റ്. നിങ്ങൾക്ക് അറിയാമല്ലോ, ഓം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയാണ്? റെസിസ്റ്റൻസിൻ്റെ ആണ്. അതുപോലെ ഫാരഡ് എന്തിൻ്റെയാണ്? കപ്പാസിറ്റൻസിൻ്റെ ആണ്. ജസ്റ്റ് നിങ്ങൾ ഓപ്ഷനിൽ നിന്ന് തന്നെ ഇതെന്തിൻ്റെയാണ്? ഇൻഡക്റ്റൻസിൻ്റെ ആണ്. ഓപ്ഷനിൽ നിന്ന് തന്നെ പഠിച്ചു പോകുന്നത് നല്ലൊരു ഐഡിയ ആണ്. അതായത് ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി തന്നിരിക്കുവാണല്ലോ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ബാക്കിയുള്ള ഓപ്ഷനും കൂടി എന്ത് ചെയ്യുക? അറിയാവുന്നതാണോ എന്നോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും പോയിന്റിൽ നമുക്ക് അത് പഠിക്കാൻ പറ്റുമോ എന്നോ നോക്കി പോവുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പോയിന്റും കൂടി പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പം ഇവിടെ തന്നെ ബാക്കിയുള്ള യൂണിറ്റുകളും കൂടി ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്? എഴുതിയിരിക്കുകയാണ്. ഓംസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിൻ്റെതാണ്, ഹെൻറി എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസിൻ്റെതും, ഫാരഡ് എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെയും ആണ്. ഓക്കെ, സോ കണ്ടക്ടൻസ് ഇസ് മെഷേർഡ് ഇൻ സിമെൻസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കണ്ടക്ടർ ഒബൈയിങ് ഓംസ് ലോ ഇസ് കോൾഡ്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? യെസ്, ഓമിക് കണ്ടക്ടർ എന്നാണ് വിളിക്കുന്നത്. സെമി കണ്ടക്ടർ അല്ല എന്ന് നമുക്കറിയാം, ഇലക്ട്രോലൈറ്റും അല്ല, ഇൻസുലേറ്ററും അല്ല. ഇതിന്ന് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് കറക്റ്റ് ഓപ്ഷനിലേക്ക് വരാനും നമുക്ക് പറ്റും അല്ലേ? ഓമിക് കണ്ടക്ടർ ആണെന്ന് നമുക്കറിയാം. സോ ഓമിക് കണ്ടക്ടർ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയുള്ള റെസിസ്റ്റൻസും ഉണ്ടായിരിക്കും അല്ലേ? റെസിസ്റ്റൻസിന് എന്തുണ്ടാവില്ല? ചേഞ്ച് ഉണ്ടാവില്ല. ആൻഡ് ഒബൈസ്, അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നു എന്നാണ് പറയുക. അവരെയാണ് ഓമിക് കണ്ടക്ടർ എന്ന് വിളിക്കുന്നത്.
അടുത്തത് നോൺ ഓമിക് ആണ്. നോൺ ഓമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ഓഫ് ഫിലമെന്റ് എന്തിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും? ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യും. സോ അങ്ങനെയുള്ളവർ എന്തില്ല? ഓംസ് ലോ ഒബേ ചെയ്യുന്നവരെ അല്ല. സോ അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫിലമെന്റ് ലാമ്പുകളാണ്. സോ നമുക്കറിയാം കോപ്പർ വയർ ഓമിക് കണ്ടക്ടർ ആണ് അല്ലേ? അതുപോലെ ഈ പറയുന്ന ഫിലമെന്റ് ലാമ്പ് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നോൺ ഓമിക്കിൽ വരുന്നതാണ്. സോ നോൺ ഓമിക്കിൽ വരുന്ന ആളാണ് ഫിലമെന്റ് ടൈപ്പാണ്. ബാക്കി എല്ലാം എന്താണ്? ഓമിക് തന്നെയാണ്. ഇതിൽ വരാത്ത ആളാരാണ്? ഫിലമെന്റ് ലാമ്പാണ്. നെക്സ്റ്റ് ക്രിച്ചോഫിന്റെ കറണ്ട് ലോ ആണ്. സോ ക്രിച്ചോഫ്സ് കറണ്ട് ലോ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾക്ക് നോഡൽ അനാലിസിസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. നോഡൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിച്ചോഫ്സ് കറണ്ട് ലോ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. സോ എമൗണ്ട് ഒരു 3-3-ലധികമോ കറണ്ട് ഒരു ജംഗ്ഷനിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതൊരു പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഈ ജംഗ്ഷനിൽ 3 കറണ്ട് ഇങ്ങോട്ട് പോകുന്ന 3 കറണ്ട് മീറ്റ് ചെയ്യുന്ന ഈ ഒരു ജംഗ്ഷനെയാണ് നോഡ് എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള നോഡുകളുടെ കറണ്ട് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ് ക്രിച്ചോഫ്സ് കറണ്ട് ലോ. അപ്പം 3-3-ലധികമോ കറണ്ട് വേണം. അതുപോലെ ക്രിച്ചോഫ് കറണ്ട് ലോ ഞാൻ പഠിച്ചപ്പം ഒരു എളുപ്പം നമുക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഓർത്ത് വെക്കാനോ വേണ്ടിയിട്ട് ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞു. ക്രിച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ കൺസർവേഷൻ ഓഫ് ആണ്? മീൻസ് പവർ ആണോ, എനർജി ആണോ, ചാർജ് ആണോ, റെസിസ്റ്റൻസ് ആണോ? എന്താണ് ഞാൻ പറഞ്ഞു? സി എന്ന് വെച്ചിട്ട് പഠിക്കാൻ പറഞ്ഞു. അതായത് C4 എന്താണ്? കൺസർവേഷൻ ഓഫ് ചാർജിലുള്ള C. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പഠിക്കാം? ക്രിച്ചോഫ്സ് കറണ്ട് ലോയുടെ ക്രിച്ചോഫ്സ് കറണ്ട് ലോ എന്നുള്ളതിൻ്റെ C വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഈ കറണ്ടും ഈ ചാർജും രണ്ടും C ആണല്ലോ. അങ്ങനെ വെച്ചിട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞു. ക്രിച്ചോഫ്സ് കറണ്ട് ലോ എന്ന് പറഞ്ഞാൽ കൺസർവേഷൻ ഓഫ് എന്താണ്? ചാർജ് ആണ്. നോട്ട് പവർ, എനർജി, റെസിസ്റ്റൻസ്. ഓക്കെ, ടോട്ടൽ കറണ്ട് എൻറ്ററിങ് എ ജംഗ്ഷൻ ഈക്വൽസ് ടോട്ടൽ കറണ്ട് ലീവിങ് ദി ജംഗ്ഷൻ. അതിന് ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനും കൂടി ഉണ്ട്. അതായത് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മീറ്റിംഗ് പോയിന്റിൽ നമ്മൾ കയറി വരുന്നത് കറണ്ട് ഇസ് ഈക്വൽ ടു ഇറങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് ഇൻ എന്ന് പറയുന്നതും ഔട്ട് എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആണെന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാം ടോട്ടൽ കറണ്ട് രണ്ടിന് ആൾജിബ്രായിക് സം ഓഫ് ടോട്ടൽ കറണ്ട് എൻട്രിങ് ആൻഡ് ലീവിങ് എന്ന് പറയുന്നത് എന്താണ്? 0 എന്നും പറയാം. സം ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അങ്ങനെയും പറയാം. ആൾജിബ്രായിക് സം ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 0 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാനായിട്ട് പറ്റും. ക്രിച്ചോഫ്സ് കറണ്ട് ലോ അനുസരിച്ചിട്ട് സം ഓഫ് കറണ്ട് അറ്റ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ. എന്താണ് അതിൻ്റെ ആൻസർ? 0 ആണ് അല്ലേ? അതായത് മൊത്തത്തിലുള്ള ഒരു ജംഗ്ഷനിൽ എത്രത്തോളം കറണ്ട് ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ സം ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 0 ആണ്. സോ ആൾജിബ്രായിക് സം ഓഫ് ഓൾ കറണ്ട് അറ്റ് നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0. ഓക്കെ, മനസ്സിലായല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? കൺസർവേഷൻ ഓഫ് എന്താണ്? ഓക്കെ, ഇതും ഞാൻ പറഞ്ഞു ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് അടുത്തത് പഠിക്കാൻ എളുപ്പമാണ്. എനർജിയെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ടോട്ടൽ വോൾട്ടേജ് അറൗണ്ട് എ ക്ലോസ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. ഇവിടെ വോൾട്ടേജ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അങ്ങനെ ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സോഴ്സ് ആണെങ്കിൽ ഇതൊരു റെസിസ്റ്റർ ആണ് എന്ന് കൺസിഡർ ചെയ്യുക എങ്കിൽ ഇതൊരു ലൂപ്പാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്ലോസ് ലൂപ്പിലൂടെ പോകുന്ന ടോട്ടൽ വോൾട്ടേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 0 ആണെന്ന് അവിടെ പറഞ്ഞത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൾജിബ്രായിക് സം ഓഫ് ഓൾ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0 കിട്ടും. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ എന്ന് പറയുന്നത്. ഇനി അക്കോർഡിംഗ് ടു ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ ആൾജിബ്രായിക് സം ഓഫ് വോൾട്ടേജ് ഇൻ എ ക്ലോസ് ലൂപ്പ് എന്താണ് ആൻസർ? 0 ആണല്ലേ. സോ എനർജി സപ്ലൈഡ് ഈക്വൽസ് എനർജി കൺസ്യൂംഡ് ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. എനർജി സപ്ലൈ ചെയ്യുന്നത് എനർജി കൺസ്യൂം ചെയ്യുന്നതും എന്ത് തന്നെയായിരിക്കും?
തുല്യമായിരിക്കും. സോ അതാണ് ഈക്വൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സപ്ലൈഡ് ഈക്വൽ ടു എനർജി കൺസ്യൂംഡ് ഇൻ എ ക്ലോസ് സർക്യൂട്ട്. ജംഗ്ഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്, എ പോയിന്റ് വെയർ 3 or more കണ്ടക്ടർ മീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അതിന് എന്താ പറയുന്നത്? ജംഗ്ഷൻ എന്ന് പറയുന്നത്. ജംഗ്ഷൻ എന്നും നമ്മൾ ഈ നോഡെന്നും പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ. എ പോയിന്റ് വെയർ 3 or more കണ്ടക്ടർ മീറ്റ്, എത്രയാണ് എത്ര കണ്ടക്ടേഴ്സ് ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന, ഇങ്ങനെ 1 2 3 ഇങ്ങനെ കണ്ടക്ടേഴ്സ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുവാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ KCL ഈസ് അപ്ലൈഡ് അറ്റ് ജംഗ്ഷൻ ഇൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. നമ്മൾ KCL എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ജംഗ്ഷനുകളിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി ക്ലോസ്ഡ് പാത്ത്, എ ക്ലോസ്ഡ് കണ്ടക്ടിങ് പാത്ത് ഇൻ എ സർക്യൂട്ടിനെ നമ്മൾ എന്താ പറയുന്നത്? ക്ലോസ്ഡ് കണ്ടക്ടിങ് പാത്തിനെ ലൂപ്പ് എന്നാണ് പറയുന്നത് അല്ലേ? നേരത്തെ ഞാൻ കാണിച്ചു തന്നല്ലോ ലൂപ്പ് എന്താന്ന്. ലൂപ്പ് എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് പാത്താണ്. ഒരു സോഴ്സും നമ്മൾ എന്തെങ്കിലും ഒരു റെസിസ്റ്ററോ എന്തെങ്കിലും വെച്ച് വരച്ചിട്ട് ഇവിടെ റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കാണിക്കുന്ന ഇതിനെയാണ് നമ്മൾ ലൂപ്പ് എന്ന് പറയുന്നത്. സോ KVL എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇങ്ങനെ തന്നെ പഠിക്കുക. KCL നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നത്? KCL നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജംഗ്ഷൻസിലും KVL അപ്ലൈ ചെയ്യുന്നത് നോഡിലും. അങ്ങനെ തന്നെ പഠിക്കുക. KCL അപ്ലൈ ചെയ്യുന്നത് ജംഗ്ഷൻസിലും ആൻഡ് KVL അപ്ലൈ ചെയ്യുന്നത് നോഡിലും. ഓക്കെ. സോ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു 5 ആംപിയർ ഒരു ജംഗ്ഷനിൽ എൻട്രി ചെയ്തു. സോ ഇതൊരു ജംഗ്ഷനാണ്. ഈ ഒരു കറണ്ട്, ഇവിടെ വന്ന കറണ്ട് എന്ന് പറയുന്നത് എത്ര? 5 ആംപിയർ ആ ജംഗ്ഷനിൽ കയറി എന്നാണ് പറയുന്നത്. അതുപോലെ 2 ആംപിയർ ആ ജംഗ്ഷനിൽ നിന്ന് എന്ത് ചെയ്തു? പുറത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ റിമൈനിങ് ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സോ ഇൻകമിങ് കറണ്ട് എന്ന് പറയുന്നതും ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറയുന്നതും എന്താണ്? ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഇവിടെ 5 ആംപിയർ കയറി 2 ആംപിയർ ഇറങ്ങിപ്പോയി. റിമൈനിങ് ഔട്ട് ഗോയിങ് കറണ്ടിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻകമിങ് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് ആണല്ലോ. അപ്പോൾ 5 ആംപിയർ എന്തായാലും കയറിയതാണ്. അതുപോലെ ഇറങ്ങിപ്പോയ ആള് 2 ആംപിയർ മാത്രമല്ല, മറ്റൊരാളും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഔട്ട് ഗോയിങ് കറണ്ട് ആയിട്ട് ഉണ്ട്. സോ അതിന് നമുക്ക് എഴുതാമല്ലോ, I ഈസ് ഈക്വൽ ടു 5 എന്ന് 3 and 2 എന്ത് ചെയ്തു? മൈനസ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 3 ആംപിയർ. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സിംപ്ലി ഇങ്ങനെയുള്ള കുഞ്ഞു കാൽക്കുലേഷൻസ് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ചെയ്യാൻ പറ്റണം. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു എന്താണ് ഒരു പോർഷനാണിത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ക്രിച്ചോസ് കറണ്ട് ലോയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇങ്ങനെയായിരിക്കും വരുന്നത്. മേ ബി അതെവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുഞ്ഞു ന്യൂമറിക്കൽസ് ചോദിക്കാം. എന്തായാലും പോർഷൻ വളരെ സിമ്പിളായിട്ടുള്ളതായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് ആൻസർ ചെയ്യാനും പറ്റില്ല. സോ അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? ടോപ്പിക്ക് പഠിക്കുക. നെക്സ്റ്റ്, സർക്യൂട്ട് ഹാസ് വോൾട്ടേജ് ഡ്രോപ്പ് ഓഫ് 4 volt and 6 volt. സപ്ലൈ വോൾട്ടേജ് ഇസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സർക്യൂട്ടിന് വോൾട്ടേജ് ഡ്രോപ്പുകളുണ്ട്. 4 വോൾട്ടും ഉണ്ട്, 6 വോൾട്ടും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആക്ച്വലി ഇവിടെ നമുക്ക് 4 വോൾട്ടും 6 വോൾട്ടും ഉണ്ടെന്ന് പറഞ്ഞല്ലേ. സോ അതിൻ്റെ ഡ്രോപ്പുകളാണ് 4 6. അങ്ങനെയാണെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എത്രയായിരിക്കും? സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് സപ്ലൈ വോൾട്ടേജ് അല്ലേ? ദിസ് ഈസ് സപ്ലൈ വോൾട്ടേജ്. ഇതാണ് ഡ്രോപ്പുകൾ. ഇവിടെയും നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? ഈ കറണ്ട് ഈ റെസിസ്റ്ററിൽ കൂടി കയറുമ്പോഴും ഈ റെസിസ്റ്ററിൽ കൂടി കയറുമ്പോഴും നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്? വോൾട്ടേജിന് ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്. ആ വോൾട്ടേജിൻ്റെ വാല്യൂ ആണ് അവർ 4 വോൾട്ട് എന്നും 6 വോൾട്ട് എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്താണ് സോഴ്സ് വോൾട്ടേജ്. ഇതാണ് സോഴ്സ് വോൾട്ടേജ്. ഈ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്ന് നമുക്കറിയാം? സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പിന് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഈ ക്വസ്റ്റ്യൻ്റെ അത് അവർ പറഞ്ഞിരിക്കുന്നത് 4 വോൾട്ടും 6 വോൾട്ടും ആണ് എന്താണ് സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സപ്ലൈ വോൾട്ടേജ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ്റെ അകത്ത് സോഴ്സ് വോൾട്ടേജ് തന്നിട്ടുണ്ട് ആൻഡ്
നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പുകൾ തന്നിട്ടുണ്ട്. ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് റെസിസ്റ്ററിൽ കൂടി പോകുമ്പോഴാണ് വോൾട്ടേജിന് ഡ്രോപ്പ് സംഭവിക്കുക. അപ്പോൾ ഇത് 2 ഡ്രോപ്പുകൾ സംഭവിക്കുന്ന ഏരിയ ആണ് അല്ലേ. സോ ഈ 2 ഏരിയയുടെയും വോൾട്ടേജ് ഒരു സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം സോഴ്സ് വോൾട്ടേജും സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പും എന്താ ഈക്വൽ ആണെന്ന് അറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലൂടെ പ്ലസ് ചെയ്താൽ പോരെ. സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് ആ ഒരു ബേസിക് ഐഡിയ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു നിങ്ങൾ കാണാതെ പഠിക്കുന്നതിന് പകരം ആ ഐഡിയ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോളും. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസും ലെങ്തും. ഇപ്പോൾ നമ്മൾ റെസിസ്റ്റൻസിന്റെ പോർഷൻസ് പഠിച്ചപ്പോൾ ഐ തിങ്ക് ഒരു 50-60 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഈ റെസിസ്റ്റൻസിന്റെ പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പം റെസിസ്റ്റൻസ് എന്നിട്ടും പല കുട്ടികൾക്കും ഡൗട്ടും ചോദിച്ചിട്ടുണ്ട്. അതായത് ഏരിയ ആൻഡ് ഡയമീറ്റർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഏരിയ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, ഏരിയ എന്ന് പറയുന്നത് എപ്പോഴും ഡയമീറ്ററിന്റെ d² ഡയറക്ട്ലി പ്രപ്പോർഷൻ ആണ്. സോ എപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ്റെ അകത്ത് ഡയമീറ്റർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ, ഏരിയ അല്ല തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഡയമീറ്ററിന്റെ അതായത് ഇരട്ടിയാണ് ഏരിയ എന്ന് പറയുന്നത്. സോ R = ρ L/A ആണ്. എയുടെ അവിടെ d² താഴെ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അല്ലാണ്ട് ക്വസ്റ്റ്യനിൽ വലിയ നിങ്ങൾക്ക് കൺഫ്യൂസ് ചെയ്യുന്ന, അതായത് ഒരുപാട് ഡിഫിക്കൽട്ട് ഒന്നും വരില്ല. അപ്പോൾ ഇവിടെ R is ഡയറക്ട്ലി പ്രപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു A ആണ്. അതിന് പകരം ഞാൻ എന്ത് കൊടുക്കും? 1/d² എന്ന് കൊടുക്കും. എന്നിട്ട് എന്ത് ചേഞ്ച് ആണോ അവർ ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ 2 ഇരട്ടി ആണെങ്കിൽ 2ന്റെ സ്ക്വയർ 4 ഇരട്ടി, അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് എന്താവും? 1/4 ആവും അല്ലേ. അതിന്റെ ഇൻവേഴ്സ് അല്ലേ R. സോ അവിടെ ഇരട്ടിക്കുമ്പോൾ ഇവിടെ പകുതി ആവുകയാണ് ചെയ്യുന്നത്. അവിടെ 4 ഇരട്ടി ആകുമ്പോൾ ഇവിടെ 1/4 ടൈംസ് എന്ത് ചെയ്യും? കുറയും. അത്രേ ഉള്ളൂ. അത്ര സിമ്പിൾ ലോജിക്കാണ്. അത് ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു, എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊന്ന് ക്ലിയർ ആക്കിയെന്നേ ഉള്ളൂ. ഇവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണെന്നുള്ള ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. അറിയാം അല്ലേ? ലെങ്ത് നമുക്ക് ഇക്വേഷൻ അറിയാമെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. കണ്ടക്ടേഴ്സ് ലോങ്ങർ ആണെങ്കിൽ അത് കൂടുതൽ എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോനെ ഒപ്പോസ് ചെയ്യും. ബിക്കോസ് അതിൻ്റെ എന്ത് കൂടുതലായിരിക്കും? റെസിസ്റ്റൻസും കൂടുതലായിരിക്കും. ബിക്കോസ് അത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ലോങ്ങർ കണ്ടക്ടേഴ്സ് ആണെങ്കിൽ കൂടുതൽ എന്തുണ്ടാകും? കറണ്ട് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യും. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? സോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? ഏരിയ ആണ് അല്ലേ. റെസിസ്റ്റൻസ് ഏരിയയുടെ ഇൻവേഴ്സ് റിലേഷൻ ആണ് കാണിക്കുന്നത്. സോ തിക്കർ കണ്ടക്ടേഴ്സിന് ലോവർ റെസിസ്റ്റൻസ് ആയിരിക്കും. മനസ്സിലായോ? കണ്ടക്ടറിന്റെ ഏരിയ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. സോ റെസിസ്റ്റൻസും ഏരിയയും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടറിന്റെ ഫോർമുല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. R എന്ന് പറഞ്ഞാൽ എന്താണ്? ρ L/A. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റെസിസ്റ്റൻസ് എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്കറിയാം. റെസിസ്റ്റിവിറ്റി, ലെങ്ത്, ഏരിയ. സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഇത് നിങ്ങൾ ഓർക്കുക, ρ L/A ആണ് എന്താണ്? റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ അല്ലേ. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ RA/L ആണ്. വേർ R is ഓം. ഏരിയയുടെ എന്താ? മീറ്റർ സ്ക്വയർ. ആൻഡ് ലെങ്തിന്റെ എന്താണ്? മീറ്റർ. ഇതൊന്ന് രണ്ടും ക്യാൻസലായി പോയാൽ പിന്നെ നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ കിട്ടുന്നത് എന്താണ്? ഓം മീറ്റർ ആണ്. സോ അതിന്റെ ആൻസർ എന്താണ്? ഓം മീറ്റർ. റെസിസ്റ്റിവിറ്റി ഈസ് മെഷേർഡ് ഇൻ ഓം മീറ്റേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുന്നത്. സോ ഓർത്ത് വെക്കുക, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വിച്ച് മെറ്റീരിയൽ ഹാസ് ലോവസ്റ്റ് റെസിസ്റ്റൻസ്? ഈ തന്നിരിക്കുന്നതിൽ ഏതിനാണ് റെസിസ്റ്റൻസ് ഏറ്റവും കുറവ്? ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ സിൽവറിനാണ് ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് കുറവ്. കാരണം സിൽവർ നല്ലൊരു കണ്ടക്ടറാണ് അല്ലേ. കണ്ടക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറഞ്ഞിരിക്കും. സോ ഇതിൽ ഏതാണ്? അപ്പോൾ സിൽവർ ആണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഉള്ളത്. സോ ലോവസ്റ്റ് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അതിന് കണ്ടക്ടിവിറ്റി പ്രോപ്പർട്ടി കൂടുതലായിരിക്കും. സോ സിൽവർ ആണ് അതിന്റെ ആൻസർ. ഇനി ഹൗസ് വയറിംഗിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. വിച്ച് മെറ്റീരിയൽ ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ഹൗസ് വയറിംഗ്? ഹൗസ് വയറിംഗിൽ ഏതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്?
അറിയാം അല്ലേ? കോപ്പർ. എന്തായാലും ലെഡ് അല്ല, ടിന്നും അല്ല, സിങ്കും അല്ല. ഓപ്ഷൻ ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ കോപ്പർ ആണെന്നുള്ളത്. എന്തിനാണ് നമ്മൾ കോപ്പർ കൂടുതൽ യൂസ് ചെയ്യുന്നത്? പിന്നെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കുക. അതിൻ്റെ റെസിസ്റ്റൻസ് വളരെ ലോ ആണ്, റെസിസ്റ്റൻസ് കുറവാണ്. അതുപോലെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ഈസിലി ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കൂടുതൽ യൂസ് ചെയ്യാൻ എളുപ്പം. അത് മാത്രമല്ല അതിന് റെസിസ്റ്റൻസ് കുറവായതുകൊണ്ട് നല്ല കണ്ടക്ടിവിറ്റിയും ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഹൗസ് വയറിങ്ങിനൊക്കെ കൂടുതലും കോപ്പർ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് ടെമ്പറേച്ചർ ഇഫക്റ്റ് ആണ്. ഇൻ മെറ്റാലിക് കണ്ടക്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനനുസരിച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ടെമ്പറേച്ചർ അല്ലേ? നമ്മളിപ്പം ഒരുപാട് തവണ പഠിച്ചു കോഎഫിഷ്യന്റ് ഓഫ് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട്. അതായത് ലൈക്ക് മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഒബൈസ് എന്താണ്? ഓംസ് ലോ ഒബേ ചെയ്യുന്നവരാണ്. സോ ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നവർ എങ്ങനെയായിരിക്കും? റെസിസ്റ്റൻസ് ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ ചേഞ്ച്. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ആരുടെ വാല്യൂ കൂടും? റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടുമെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മെറ്റാലിക് കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഓംസ് ലോ ഒബേ ചെയ്യുന്നവരാണ്. സോ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് ഇൻക്രീസ് ചെയ്യും. സോ ഹയർ ടെമ്പറേച്ചർ ഇൻക്രീസസ് അറ്റോമിക് വൈബ്രേഷൻസ് ആൻഡ് ഒപ്പോസസ് ഇലക്ട്രോൺ ഫ്ലോ. അപ്പം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റോമിക് വൈബ്രേഷൻ എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് കൂടുകയും അതുവഴി ഇലക്ട്രോൺസിന്റെ ഫ്ലോ എന്ത് ചെയ്യും? തടസ്സപ്പെടുകയും ചെയ്യും. സോ അതുകൊണ്ട് അവർക്ക് എന്തായിരിക്കും? ഹയർ ടെമ്പറേച്ചർ ഇൻക്രീസ് വന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഫ്ലോ കുറയും. ബിക്കോസ് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടസ്സം സൃഷ്ടിക്കുക. ആരാണ് തടസ്സം സൃഷ്ടിക്കുന്നത്? റെസിസ്റ്റൻസ്. അപ്പൊ റെസിസ്റ്റിവിറ്റി കൂടുകയാണ് ടെമ്പറേച്ചർ കൂടുമ്പോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻഡിക്കേറ്റ്. എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സോ ഇറ്റ് ഇൻഡിക്കേറ്റ് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ അല്ലേ? എത്രത്തോളം റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് ചേഞ്ച് ആയി എന്നുള്ളതായിരിക്കും ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് പറഞ്ഞു തരുന്നത്. സോ ഇറ്റ് വേരീസ് വിത്ത് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യും? വാല്യൂ ചേഞ്ച് ചെയ്യും. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആണ്. അതെങ്ങനെയാണ്? കൂടുവോ കുറയുമോ എന്നുള്ളതാണ്. അറിയാമല്ലോ, ഇറ്റ്സ് ഡിക്രീസ് വിത്ത് ടെമ്പറേച്ചർ. അത് ടെമ്പറേച്ചറിനനുസരിച്ചിട്ട് എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇവിടെ സംഭവിക്കുന്നത് ഇൻസുലേറ്റേഴ്സിനൊക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. അതായത് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഉള്ളവർ എങ്ങനെയാണ്? അവർ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ ആക്ച്വലി റെസിസ്റ്റൻസിന്റെ വാല്യൂ അവർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. റെസിസ്റ്റൻസ് വാല്യൂ ഡിക്രീസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. സോ അതാണ് ഇൻസുലേറ്റേഴ്സിനും സെമി കണ്ടക്ടേഴ്സും. സോ സെമി കണ്ടക്ടേഴ്സിൽ ആരൊക്കെയാണ് വരുന്നത്? സിലിക്കൺ, ജെർമേനിയം പോലെയുള്ളവരാണ് വരുന്നത്. ആൻഡ് ഇൻസുലേറ്റേഴ്സിൽ റബ്ബർ പോലെയുള്ളവരാണ് ഇൻസുലേറ്റേഴ്സ് വരുന്നത്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രിസിറ്റിയെ തീരെ കടത്തിവിടാത്തവരാണ്. അതുപോലെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് പർട്ടിക്കുലർ ടെമ്പറേച്ചർ റൈസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഫ്ലോ കൂടിയിട്ട് പിന്നെ കണ്ടക്റ്റീവ് നേച്ചർ കാണിക്കുന്നവരാണ്. ഓക്കെ, സോ അത് രണ്ടും ഒന്ന് ബൈ ഹാർട്ട് ചെയ്തേക്കുക, മനസ്സിലാക്കി പഠിക്കുക. സോ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസുലേറ്റേഴ്സും സെമി കണ്ടക്ടേഴ്സും എന്താണ്? ഓംസ് ലോ ഒബേ ചെയ്യുന്നവർ അല്ല. നെക്സ്റ്റ് ഇസ് ഇഫക്റ്റ് ഓഫ് ഹീറ്റിംഗ് ഓൺ കോപ്പർ വയർ ആണ്. അതായത് കോപ്പർ വയർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. സോ കോപ്പർ ഇസ് എ മെറ്റാലിക് കണ്ടക്ടർ. സോ മെറ്റാലിക് കണ്ടക്ടർ ഒബേയിങ് ഓംസ് ലോ. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ ഇതെന്താ? കോപ്പർ വയർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്തായിരിക്കും ചെയ്യുന്നത്? യെസ്, കൂടുകയായിരിക്കും ചെയ്യുന്നത്. കോപ്പർ ഇസ് എ മെറ്റാലിക് കണ്ടക്ടർ വിത്ത് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഇനി എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും കൺസെപ്റ്റ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഇസ് ബാറ്ററിക്കകത്ത് നിന്ന്, ബാറ്ററിയിലോട്ട് എത്തിയിട്ടില്ല എങ്കിലും കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. പാസേജ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇലക്ട്രോലൈറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോലൈറ്റിൽ കൂടി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? യെസ്, കെമിക്കൽ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. ഇലക്ട്രിക് കറണ്ട് ത്രൂ ഇലക്ട്രോലൈറ്റ് കോസ് എന്താണ്? കെമിക്കൽ ചേഞ്ചസ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിൽ കൂടി പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിനനുസരിച്ചിട്ടുള്ള കെമിക്കൽ ചേഞ്ച് അതിനുള്ളിൽ ഉണ്ടാവും. സോ അങ്ങനെ നോക്കുമ്പോൾ കെമിക്കൽ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്താണ്? ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്ത് ഇലക്ട്രോലൈറ്റിൽ കൂടെ പോയാൽ എന്താ സംഭവിക്കുക? അവിടെ കെമിക്കൽ ഇഫക്റ്റ് ആണ് ഉണ്ടാകുന്നത്. ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോലൈറ്റ്. ഞാനിത് ബാറ്ററിയുടെ പോർഷനിൽ നന്നായിട്ട് ഡിസ്ക്രൈബ് ചെയ്തതാണ്. ഒന്നുമില്ല, ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നതിൽ കൂടി ഇതൊരു ഒരു ഇലക്ട്രോഡ്സും ഇലക്ട്രോലൈറ്റും ഉള്ളൊരു സൊല്യൂഷനാണ്.
സോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോഴത്തേക്ക് കെമിക്കൽ ഇഫക്റ്റുകൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. ഈ സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ ഇതാണ്. ഇലക്ട്രോഡ്സ് നമ്മൾ ഇതിൻ്റെ അകത്തായിരിക്കും ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞതാണ്. ആൻഡ് കെമിക്കൽ ഡീകമ്പോസിഷൻ ബൈ ഇലക്ട്രിക് കറണ്ട് ഇസ് കോൾഡ്. എന്താണ് കെമിക്കൽ ഡീകമ്പോസിഷൻ? ഇലക്ട്രിക് കറണ്ട് കാരണം അതിനകത്ത് നടക്കുന്ന ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് സെപ്പറേറ്റ് സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. സ്പ്ലിറ്റിംഗ് ഓഫ് എന്താണ് കമ്പോണൻസിൻ്റെ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. അതിനെയാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. സോ ആ പ്രോസസ്സ് എന്ന് പറയുന്നതിന് എന്താ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറണ്ട് അതുവഴി പാസ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീകമ്പോസിഷൻ ആണ്. കെമിക്കൽ ഡീകമ്പോസിഷൻ ആണ് സംഭവിക്കുന്നത്. സോ കെമിക്കൽ ഡീകമ്പോസിഷൻ എന്താണ് വിളിക്കുന്നത്? ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് ഒക്കേഴ്സ് വെൻ കറണ്ട് പാസ് ത്രൂ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കറണ്ട് കടത്തി വിടുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഇലക്ട്രോളിസിസ് എന്ന പ്രോസസ്സ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഇസ് ഇലക്ട്രോലൈറ്റ്. എ ലിക്വിഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ അയോൺസ് ഇസ് കോൾഡ്. അതായത് ഒരു ലിക്വിഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ലിക്വിഡ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ അയോൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിങ്ങനെ ഒരു ബീക്കറിൻ്റെ അകത്ത് എടുക്കുന്ന ഈ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ടിനെ കണ്ടക്ട് ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. അപ്പം എങ്ങനെയാണ്? അയോൺസ് വഴി. അപ്പം അവരെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബൈ മൂവ്മെന്റ്സ് ഓഫ് അയോൺസ്. അയോൺസിന്റെ മൂവ്മെന്റ് വഴിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. കണ്ടക്ടേഴ്സ് ഇസ് ഇമേഴ്സ്ഡ് ഇൻ ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റിന്റെ അകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഇവരെയാണ് ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താ അതിന്റെ പേര്? ഇലക്ട്രോഡുകളാണ്. ഇലക്ട്രോഡ്സ് അലൗസ് കറണ്ട് ടു എൻറ്റർ ആൻഡ് ലീവ് ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റിലേക്ക് കറണ്ട് കടത്തി വിടുന്നതും പോകുന്നതും ആര് വഴിയാണ്? ഈ ഇലക്ട്രോഡുകൾ വഴിയാണ്. ഓക്കെ, ദെൻ വിച്ച് ഇസ് പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് വിച്ച് ഇസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. ഈ നമ്മൾ വെക്കുന്ന ഈ ഒരു ബീക്കറിനകത്ത് വെക്കുന്ന ഈ രണ്ടും, ഒന്ന് എന്താണ്? ആനോഡും ഒന്ന് കാഥോഡുമാണ്. അതിൽ പോസിറ്റീവ് ഇലക്ട്രോഡുകളെ വിളിക്കുന്ന പേരാണ് ആനോഡ്. അപ്പം പോസിറ്റീവ് ആണെങ്കിൽ അവരെ വിളിക്കുന്ന എന്താണ്? ആനോഡ് എന്നായിരിക്കും. ആൻഡ് നെഗറ്റീവ് ആണെങ്കിൽ അവരെ കാഥോഡ് എന്ന് വിളിക്കും. അപ്പം ആനോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഏത് ടെർമിനലിൽ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ? അത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയതുകൊണ്ട് പോസിറ്റീവ് ടെർമിനലിൽ മാത്രമേ നമ്മൾ ആരെ കണക്ട് ചെയ്യുള്ളൂ? അതും കൂടി ഓർത്ത് വെക്കുക. ആനോഡിനെ എപ്പോഴും എവിടെ കണക്ട് ചെയ്യുള്ളൂ? പോസിറ്റീവ് ടെർമിനലിൽ മാത്രമേ കണക്ട് ചെയ്യുള്ളൂ. അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡുകൾ ആരാണ്? യെസ്, കാഥോഡാണ്. ഈ കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ കണക്ട് ചെയ്യുള്ളൂ? അത് നെഗറ്റീവ് ടെർമിനലിൽ മാത്രമേ കാഥോഡിനെ കണക്ട് ചെയ്യത്തുള്ളൂ. ഇനി ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ലേ? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കോട്ടിംഗ് വൺ മെറ്റൽ ഓവർ അനദർ. അതായത് ഗോൾഡ് പ്ലേറ്റിംഗ് പോലെ ഒരു മെറ്റലിന്റെ പുറത്ത് മറ്റൊരു മെറ്റൽ എന്ത് ചെയ്തിരിക്കുന്നു? മെറ്റൽ സംതിങ്ങിന്റെ പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റൽ കോട്ട് ചെയ്ത്. കോട്ടിംഗ് വൺ മെറ്റൽ ഓവർ അനദർ. മറ്റൊന്നിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോട്ട് ചെയ്ത് വെക്കുന്നതിനാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നാണ് പറയുന്നത്. ഇത് കൊറോഷൻ റെസിസ്റ്റൻസിനും അതുപോലെ അപ്പിയറൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ഇലക്ട്രോ പ്ലേറ്റിംഗ് ആയിട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എന്താണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്? അതായത് ക്രോമിയം പ്ലേറ്റിംഗ് ഓൺ വെഹിക്കിൾ പാർട്സ്. അതായത് നമ്മൾ വെഹിക്കിൾസിന്റെ പാർട്സിൽ ക്രോമിയം പ്ലേറ്റിംഗ് ചെയ്യാറുണ്ട്. ക്രോമിയം പ്ലേറ്റിംഗ്. അപ്പം ഈ ക്രോമിയം പ്ലേറ്റിംഗ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് എക്സാമ്പിൾ ആണ്. സോ ക്രോമിയം പ്ലേറ്റിംഗ് ഓൺ വെഹിക്കിൾ പാർട്സ് എന്ന് പറയുന്നത് ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് എക്സാമ്പിൾ ആണ്. ഒരു തിൻ ലെയർ ഓഫ് ക്രോമിയം ഈസ് ഡെപ്പോസിറ്റഡ് ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് ഷൈൻ. അപ്പം ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോമിയം എന്ത് ചെയ്യും? നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെ ക്രോമിയം ഡിപ്പോസിറ്റ് ചെയ്യുന്ന എന്തിനാണ്? ഫോർ ദ പ്രൊട്ടക്ഷൻ ആൻഡ് ദ ഷൈനിങ് പർപ്പസ്. നമ്മൾ എന്ത് ചെയ്യും? ക്രോമിയം എന്താണ് പ്ലേറ്റിംഗ് നമ്മൾ വെഹിക്കിൾ പാർട്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റണം. നെക്സ്റ്റ് ഇസ് ദ ഫോർമുല ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രിക് കറണ്ട്. അപ്പം ഹീറ്റ് എനർജി ഒരു ഫോർമുലയുണ്ട്. H I²RT എന്നുള്ളതാണ് ഫോർമുല. സോ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് I²RT. അതായത് നമ്മളിപ്പോൾ റെസിസ്റ്റൻസിൽ ഒന്നിൽ കൂടി നമ്മൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹീറ്റ് എനർജി ഡെവലപ്പ് ചെയ്യും. ആ ഹീറ്റ് എനർജി എന്ന് പറയുന്നത് അതുവഴി പോകുന്ന കറണ്ടും ആ റെസിസ്റ്റൻസും ടൈമിനും എന്തായിരിക്കും? പ്രപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, സോ I is current, R resistance, V is voltage and T is
ടൈം എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇനി ഹീറ്റ് എനർജിയുടെ യൂണിറ്റ് എന്താണ്? അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പലർക്കും ഹീറ്റ് എനർജി അറിയാമെങ്കിലും യൂണിറ്റ് കൃത്യമായിട്ട് അറിയാത്തവരുണ്ട്. പഠിക്കുക. ജൂൾ എന്നുള്ളതാണ് ഹീറ്റ് എനർജിയുടെ യൂണിറ്റ്. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ഇലക്ട്രിക്കലി ഈസ് മെഷേർഡ് ഇൻ ജൂൾസ്. ജൂൾസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് എനർജി മെഷർ ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഹീറ്റിംഗ് ഇഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിച്ച് ഡിവൈസ് വർക്ക് ഓൺ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറണ്ട്? അറിയാമല്ലോ, എളുപ്പം ക്വസ്റ്റ്യൻ ആണല്ലേ. കറണ്ടിന്റെ ഹീറ്റിംഗ് ഇഫക്റ്റ്, അതായത് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് കറണ്ട് കാരണം വർക്ക് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്? ഇതിൽ ഹീറ്റർ ആണല്ലേ, ഹീറ്റർ ആണ്. ഹീറ്ററിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഹീറ്റേഴ്സ് കൺവേർട്ട് എന്ത് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജീനെ എന്താക്കി മാറ്റും? അവര് ഹീറ്റാക്കി മാറ്റും. ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇലക്ട്രിക് ഹീറ്റേഴ്സ്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി അവരെന്താക്കി മാറ്റും? ഹീറ്റായിട്ട് അവർ കൺവേർട്ട് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഫ്യൂസ് ആണ്. ഫ്യൂസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് വർക്ക്സ് ഓൺ എന്തിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. യെസ്, ഫ്യൂസ് വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കെമിക്കലാണോ, മാഗ്നറ്റിക് ആണോ, ഇലക്ട്രോസ്റ്റാറ്റിക് ആണോ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. അതായത് എക്സസ് കറണ്ട് വരുമ്പം എന്ത് ഹീറ്റ് ആവും? നമുക്കറിയാമല്ലോ, ഫ്യൂസിൻ്റെ ഫ്യൂസ് വയർ എന്ത് ചെയ്യും? മെൽറ്റ് ആവും അല്ലേ, ചൂടാവും. അത് എന്നിട്ട് പൊട്ടും. അങ്ങനെ വരുമ്പോൾ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അത് എന്ത് ചെയ്യും? പൊട്ടിക്കഴിഞ്ഞാൽ, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഫർദർ കണക്ഷൻ എന്ത് ചെയ്യും? ഡിസ്കണക്റ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള സർക്യൂട്ടിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കണക്ട് ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ഒരു വയറാണ്. ആ വയർ സ്ട്രിപ്പ് എന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ഹീറ്റ് വരുമ്പോഴത്തേക്ക് ഇത് എന്ത് ചെയ്യും? മെൽറ്റായിട്ട് പൊട്ടി രണ്ടാവും. പിന്നെ ഇതുവഴി കണ്ടക്ഷൻ നടക്കുമോ? കറണ്ട് കണ്ടക്ഷൻ ഇല്ല. അപ്പോൾ കറണ്ട് കണ്ടക്ഷൻ നടക്കാണ്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഫ്യൂസ് വയർസ് ആണ്. അപ്പോൾ ഫ്യൂസ് വയർസിൽ എന്താ നടക്കുന്നത്? കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഫ്യൂസ് മെൽറ്റായിട്ട് ബ്രേക്ക് ആവും. അങ്ങനെ ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് ഫർദർ കറണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പാസ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ ബ്രേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇങ്ങോട്ട് കറണ്ട് പോവില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊട്ടക്ഷനായിട്ട് ഫ്യൂസ് യൂസ് ചെയ്യാം. നമ്മുടെ വീടുകളിലൊക്കെ ഫ്യൂസ് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സോ അത് നടക്കുന്നത് ഈ സെയിം പ്രൊസീജിയറാണ്. സോ അത്രയേ ഉള്ളൂ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഹീറ്ററിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. നിക്രോം യൂസ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളും പഠിച്ചു വയ്ക്കുക. ഹൈ റെസിസ്റ്റൻസ് ഉണ്ട്, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഗുഡ് ഹീറ്റ് പ്രൊഡ്യൂസിങ് കേപ്പബിലിറ്റിയും ഉണ്ട്. സോ ഈ രണ്ട് കാരണം കൊണ്ട്, ഹൈ റെസിസ്റ്റൻസും ഹൈ മെൽറ്റിംഗ് പോയിന്റും അതുപോലെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കാരണമാണ് നമ്മൾ ആരെ കൂടുതൽ യൂസ് ചെയ്യുന്നത്? ഈ പറഞ്ഞ നിക്രോമിനെ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഹീറ്റേഴ്സിൽ മെറ്റീരിയലിൽ നിക്രോം യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം വൺ ഇസ് ഇറ്റ്സ് ഹൈ റെസിസ്റ്റൻസ് ആൻഡ് ഇറ്റ്സ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ അതുപോലെ നല്ല ഹീറ്റും എന്ത് ചെയ്യും? അവർ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇത് ബൈ ഹാർട്ട് ചെയ്യുക, നിക്രോം. ഇനി ഒരു ഹീറ്റിംഗ് എലമെന്റിന്റെ പ്രോപ്പർട്ടി എന്താണ്? നമ്മളിപ്പോൾ പഠിച്ചല്ലേ, അതിന്റെ റെസിസ്റ്റൻസ് കൂടുതലാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഇത് പഠിക്കണം കേട്ടോ. എന്തൊക്കെയാണ് ഒരു ഹീറ്റിംഗ് എലമെന്റ് ആയിരിക്കേണ്ടത്? ഒന്ന്, അതിന്റെ മെൽറ്റിംഗ് പോയിന്റും കൂടുതലായിരിക്കണം, അതുപോലെ എന്തായിരിക്കണം? റെസിസ്റ്റൻസും കൂടുതലായിരിക്കണം. അപ്പോൾ ആ രണ്ട് കണ്ടീഷനും പഠിച്ചു വെക്കുക. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹീറ്റിംഗ് എലമെന്റിന്റെ പ്രോപ്പർട്ടിയാണ്. ഏതാണ്? അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് ആണ്. ഫ്രം ദിസ് ഓപ്ഷൻ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഹൈ റെസിസ്റ്റൻസും ഹൈ മെൽറ്റിംഗ് പോയിന്റും ഒന്ന് എഴുതേണ്ടി വന്നേനെ. ഇവിടെ ഹൈ റെസിസ്റ്റൻസ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. റെസിസ്റ്റൻസ് കൂടുതലായുള്ള ഗുണം ഹീറ്റ് എന്ത് ചെയ്യും? കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ബിക്കോസ് ഓഫ് H=I²RT ആണല്ലോ. അപ്പോൾ മോർ റെസിസ്റ്റൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? ഹീറ്റും ഇംപ്രൂവ് ചെയ്യാറുണ്ട്. സോ അതാണ് അതിന് കാരണം. നെക്സ്റ്റ് ഇസ് കെമിക്കൽ ഇഫക്റ്റ് ആപ്ലിക്കേഷൻ ആണ്. സോ വിച്ച് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ ഇഫക്റ്റ് ഓഫ് കറണ്ട്? കറണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഏതാണ്? യെസ്, ഇലക്ട്രോപ്ലേറ്റിംഗ് ആണല്ലേ. ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ അകത്ത് എന്താ നടക്കുന്നത്? യൂസസ് ഇലക്ട്രോളിസിസ് ടു ഡെപ്പോസിറ്റ് മെറ്റൽ കോട്ടിംഗ്. ഇവിടെ ഇലക്ട്രോളിസിസ് ആണ് നടക്കുന്നത്. ഇലക്ട്രോളിസിസ് വഴി എന്ത് സംഭവിക്കും? മെറ്റല് ഡിപ്പോസിറ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ഓഫ് അയോൺസ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ ആ ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി ഇലക്ട്രോളിസിസ് പ്രോസസ്സിലൂടെ എന്ത് ചെയ്യും? മെറ്റൽ കോട്ടിംഗ് സാധ്യമാവും. ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും മെറ്റലിനെ. സോ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരു മെറ്റലിലേക്ക് എന്ത് ചെയ്യുന്നു? വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുന്നതാണ്. സോ ഇലക്ട്രോളിസിസ് ആണ് പ്രോസസ്സ്, ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് അതിന് പറയുന്ന പേര്.
ഇനി ഇലക്ട്രോലൈറ്റിന്റെ എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നതിൽ. ഇലക്ട്രോലൈറ്റിന്റെ എക്സാമ്പിൾ ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ആണ്. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഫ്രം ദിസ് ഓപ്ഷൻ എടുക്കുന്നത്. സോ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കണ്ടെയ്നറിൽ വെക്കുന്ന ലിക്വിഡ് ആയിട്ടുള്ളതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. സോ ഹിയർ നമ്മൾ യൂസ് ചെയ്യുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സോ ഇലക്ട്രോലൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട് ത്രൂ അയോൺസ്. അവർക്ക് അയോൺസിലൂടെ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. നോൺ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ഏതാ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്? ഇലക്ട്രോലൈറ്റ് അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോൾട്ട് വാട്ടർ, ആസിഡ് സൊല്യൂഷൻ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഡിസ്റ്റിൽഡ് വാട്ടറിന് എന്തില്ല, ഈ പറയുന്ന ഇലക്ട്രോലൈറ്റ് പ്രോപ്പർട്ടി ഇല്ല, നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. പ്യുവർ ഡിസ്റ്റിൽഡ് വാട്ടർ ഹാസ് വെരി ഫ്യൂ അയോൺസ് ആൻഡ് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കാരണം ഇതിന് അയോൺസ് വളരെ കുറവാണ്. ഡിസ്റ്റിൽഡ് വാട്ടറിന് അയോൺസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ബിക്കോസ് ഓഫ് ലീസ്റ്റ് അയോൺസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്റ്റിൽഡ് വാട്ടറിനെ നമുക്ക് ഈ കാറ്റഗറിയിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി റെസിസ്റ്റൻസിന്റെ നമുക്കറിയാലോ, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ വിച്ച് ഏതൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ലെങ്ത്, ഏരിയ ആൻഡ് മെറ്റീരിയൽ. എന്താണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? റോ അല്ലേ, റോയിന്റെ മെറ്റീരിയൽ എന്നാ പറയുന്നത്. അതായത് റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡിങ് ഓൺ മെറ്റീരിയൽ ആണ്. സോ അതാണ് മെറ്റീരിയൽ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെറ്റീരിയൽ എന്ന് കണ്ടാലും എന്താണ് ആൻസർ, ഇതെല്ലാ ഓപ്ഷനും ഉണ്ടെന്നാണ് ആൻസർ. ഓക്കെ, R, L ആൻഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി റോ അതും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ലെങ്ത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, മെറ്റീരിയൽ ആൻഡ് ഓൾസോ ഇൻക്ലൂഡഡ് ടെമ്പറേച്ചർ. ഓർമ്മിക്കണം, ഈ ടെമ്പറേച്ചർ മറന്നു പോകരുത്. അത് റെസിസ്റ്റൻസിന്റെ ഇക്വേഷനിലില്ല, പക്ഷേ റോ ഈസ് പ്രപ്പോർഷണൽ ടു എന്താണ്, റോ L/A ആണ്. ആൻഡ് ഇവിടെ ഉണ്ട് ടെമ്പറേച്ചറിനെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വി ഹാവ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രൈമറി സെല്ലും ഉണ്ട് സെക്കൻഡറി സെല്ലും ഉണ്ട്. സോ പ്രൈമറി സെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അവരെ റീചാർജ് ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഈ പോയിന്റ് കൃത്യമായിട്ട് പഠിക്കണം, ഉറപ്പായിട്ടും ഇതിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രൈമറി സെല്ലിന് എന്ത് കഴിവില്ല, അവരെ റീചാർജ് ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല. അപ്പോൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്കതിന് ഡിസ്കാർഡ് ചെയ്ത് കളയാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ള സെല്ലിനെയാണ് പ്രൈമറി സെൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്താണ്, അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കനോട്ട് ബി റീചാർജ്, നമുക്ക് അവരെ റീചാർജ് ചെയ്യാൻ പറ്റില്ല. കെമിക്കൽ റിയാക്ഷൻ ഇൻ പ്രൈമറി സെൽ ഇസ് ഇറിവേഴ്സിബിൾ. അവർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് അവർ ഇറിവേഴ്സിബിൾ ആണ്. ഇറിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ ആ പ്രോസസ്സിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കെമിക്കൽ റിയാക്ഷൻ ഒന്നും കൂടി കണ്ടിന്യൂ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴാണോ ചാർജ് തീരുന്നത് നമ്മൾ ഡിസ്കസ്. നമുക്കറിയാമല്ലോ, ബാറ്ററീസ് ഒക്കെ നമ്മൾ ഇപ്പോൾ റിമോട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററീസ് അങ്ങനെയാണ്. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ ഇറ്റ് നമ്മൾ എന്ത് ചെയ്യും, അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ വേറൊരെണ്ണം വാങ്ങിയിടുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, റീയൂസ് ചെയ്യാൻ പറ്റില്ല. പ്രൈമറി സെല്ലിൽ നിന്നും സെക്കൻഡറി സെല്ലിൽ നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് PSCക്ക് ചോദിക്കുന്നതാണ്. PSCക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ കൂടിയാണ്. നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഏതാണ് പ്രൈമറി സെൽ? ഞാൻ പറഞ്ഞു പ്രൈമറി സെല്ല് വൺ ഇസ് ഡ്രൈ സെൽ, പിന്നെ ഒന്ന് ബട്ടൺ സെല്ലുണ്ട്. ബട്ടൺ സെല്ലും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം, ബട്ടൺ സെല്ല്. ഓക്കെ, സോ ഫ്രം ഓപ്ഷൻസ് നിന്ന് ഡ്രൈ സെല്ലാണ്. ദിസ് ലെഡ് ആസിഡ് സെല്ല് അറിയാലോ, സെക്കൻഡറി ആണ്, സെക്കൻഡറി സെല്ലാണ്. ആൻഡ് നിക്കൽ അയോണും സെക്കൻഡറി ആണ് അല്ലേ. സോ അതുകൊണ്ട് അത് ഓർത്ത് വെച്ചേക്കുക. സോ ഡ്രൈ സെൽസ് ആർ കോമൺലി യൂസ്ഡ്, നോൺ റീചാർജബിൾ സെൽസ്. നെക്സ്റ്റ് ഇസ് സെക്കൻഡറി സെല്ലാണ്. സെക്കൻഡറി സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാൻ ബി റീചാർജ് അല്ലേ, നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ആൻഡ് റീയൂസ്ഡ് മെനി ടൈംസ്, നമുക്ക് ഒത്തിരി തവണ എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്ത് ഉപയോഗിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് യൂസിങ് സെക്കൻഡറി സെൽസ് ആണെങ്കിൽ. ഓക്കെ, ഇനി വിച്ച് സെക്കൻഡറി സെൽ, ഇതിൽ ഏതാ സെക്കൻഡറി സെല്ല്? ഞാൻ പറഞ്ഞല്ലോ ഡ്രൈ സെല്ലും ബട്ടൺ സെല്ലും എന്താണ്, പ്രൈമറി ആണ്. പിന്നെ ലെഡ് ആസിഡ്, പിന്നെ അതുപോലെ ടോർച്ച് സെല്ലും എന്ത് തന്നെയാണ്, നമുക്കറിയാം പ്രൈമറി ആണ്. അപ്പൊ നമുക്ക് ലെഡ് ആസിഡ് ആണെന്ന് എഴുതാമല്ലോ. സോ ഫ്രം ഓപ്ഷൻസ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് വരിക. ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റീചാർജബിൾ സെല്ലാണ്, ലെഡ് ആസിഡ്. ഇനി ലെഡ് ആസിഡ് യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് ആരാണെന്നുള്ളതാണ്. ആരാണ്? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. മസ്റ്റായിട്ട് പഠിച്ചു വെച്ചേക്കുക, എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണത്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്.
സോ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ലെഡ് ആസിഡ് സെൽ എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആണ്. ലെഡ് ആസിഡ് ബാറ്ററീസ് യൂസ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ് ആസ് എ ഇലക്ട്രോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡിനെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി പോസിറ്റീവ് പ്ലേറ്റ് ഓഫ് ലെഡ് ആസിഡ്, നമ്മൾ വി ഹാവ് 2 പ്ലേറ്റ്, വൺ ഈസ് പോസിറ്റീവ് ആൻഡ് വൺ ഈസ് നെഗറ്റീവ് പ്ലേറ്റ്. അപ്പം നമ്മൾ ലെഡ് ആസിഡിലും 2 പ്ലേറ്റും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആളാണെന്നാണ് ചോദിച്ചത്. ഇറ്റ് ഈസ് ലെഡ് പെറോക്സൈഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസിറ്റീവ് പ്ലേറ്റ്. പഠിക്കാൻ എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ PP എന്ന് വേണമെങ്കിൽ പഠിക്കാം, ഓർത്ത് വെക്കാൻ വേണ്ടി. പെറോക്സൈഡ് ലെഡ്, കാരണം സ്പോഞ്ചി ലെഡ് നമുക്കുണ്ട്, ഇതിൽ യൂസ് ചെയ്യുന്ന ആളാണ് സ്പോഞ്ചി ലെഡ്. അത് ആദ്യ ഓപ്ഷനിൽ തന്നെ തന്നിട്ടുണ്ടാവും, കണ്ടോ? സ്പോഞ്ചി ലെഡ് എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാവും, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ എന്ത് ചെയ്യുക, പോസിറ്റീവ് പെറോക്സൈഡ് എന്നുള്ള രീതിക്ക് PP എന്ന് ഓർത്ത് വെച്ചേക്കുക. ജസ്റ്റ് ഫോർ നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പർപ്പസിന് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. സോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ യു ക്യാൻ ഓൾസോ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. ഏതാണോ നിങ്ങൾക്ക് മെമ്മറിയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാവുന്നത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. സോ പോസിറ്റീവ് പ്ലേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. ഓക്കെ. നെഗറ്റീവ് പ്ലേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? ലെഡ് ആസിഡിൽ യൂസ് ചെയ്യുന്ന നെഗറ്റീവ് പ്ലേറ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചി ലെഡ് ആണ്. സോ പോസിറ്റീവ് പ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ലെഡ് പെറോക്സൈഡ് ആണ്. അതുപോലെ നെഗറ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ആരാണ്? സ്പോഞ്ചി ലെഡ് ആണ്. സോ നെഗറ്റീവ് പ്ലേറ്റ് മെറ്റീരിയൽ സ്പോഞ്ചി ലെഡ് ആണ്, PV. സോ ഇത് മസ്റ്റായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് ഇസ് വോൾട്ടേജ് ഓഫ് എ ഫുള്ളി ചാർജ് ലെഡ് ആസിഡ് സെൽ ഇസ് അപ്രോക്സിമേറ്റ്ലി എത്രയായിരിക്കും? അപ്പോൾ ഒരു ഫുള്ളി ചാർജ്ഡ് ആയിട്ടുള്ള ലെഡ് ആസിഡ് സെല്ലാണെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലെഡ് ആസിഡിൽ ഫുള്ളി ചാർജ്ഡ് ആണ്, അത് കംപ്ലീറ്റ് ചാർജ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 വോൾട്ട് ആയിരിക്കും. സോ ഈച്ച് ലെഡ് ആസിഡ് ഗിവ്സ് അപ്രോക്സിമേറ്റ്ലി 2 വോൾട്ട്. അപ്പം എത്ര വോൾട്ടേജ് ആണ് അവർ തരുന്നത്? 2 വോൾട്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. 2 വോൾട്ട് ആണ് ലെഡ് ആസിഡ് തരുന്നത്. നെക്സ്റ്റ് ഇസ് എ ബാറ്ററി ഈസ് ഫോം ബൈ കണക്റ്റിംഗ്. നമ്മൾ ബാറ്ററി ഉണ്ടാക്കുന്നത് നമുക്കറിയാം അല്ലേ, റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടല്ല എന്നറിയാം, കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിട്ടല്ല, ഇൻഡക്ടേഴ്സ് കണക്ട് ചെയ്തിട്ടല്ല, ആൻഡ് സെൽസ് കണക്ട് ചെയ്തിട്ടാണ്. മൾട്ടിപ്പിൾ സെൽസ് ആർ കണക്റ്റഡ് ടു ഒബ്റ്റൈൻ റിക്വയർഡ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. നമുക്ക് വേണ്ട വോൾട്ടേജ്, അതിൽ തന്നെ there are 2 type of connection. One is series and another one is parallel. നമുക്ക് വോൾട്ടേജ് കൂടുതലാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് സീരീസ് കണക്ഷൻ പ്രിഫർ ചെയ്യും. പാരലൽ കണക്ഷൻ നമുക്ക് കറണ്ട് കൂടുതലായിട്ട് വേണ്ട സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പാരലൽ കണക്ഷൻ. ഓക്കെ. നെക്സ്റ്റ് ഇൻ സീരീസ് ഗ്രൂപ്പിംഗ് സെൽസ് ആർ കണക്റ്റഡ്. നമ്മൾ എപ്പോഴും സീരീസ് ഗ്രൂപ്പിങ്ങിൻ്റെ അകത്ത് സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു പോസിറ്റീവ് എടുത്തിട്ട് 2 നെഗറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണക്ഷനും കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. സീരീസ് ഗ്രൂപ്പിങ്ങിൻ്റെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ആ ഫിഗർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണിത്. സോ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് വരുന്നത്. പോസിറ്റീവ് എടുത്ത് എവിടെ കണക്ട് ചെയ്യുന്നത്? നെഗറ്റീവ് വരെയാണ് കണക്ട് ചെയ്യുന്നത്. സോ സീരീസ് കണക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഇൻക്രീസ് ചെയ്യുന്ന ആളാണ്? വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുക? ഇൻക്രീസ് ചെയ്യുക. ടോട്ടൽ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് പാരലൽ ഗ്രൂപ്പിംഗ് ആണ്. പാരലൽ കണക്ഷൻ ഇൻക്രീസസ് കറണ്ട് കപ്പാസിറ്റി ആൻഡ് ബേക്കപ്പ് ടൈം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ പാരലൽ കണക്ഷൻ എന്ത് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്? കറണ്ടിൻ്റെ കപ്പാസിറ്റി ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ആൻഡ് ബേക്കപ്പ് ടൈം, സമയം ബാക്കപ്പ് ടൈമും എന്ത് ചെയ്യും? പാരലൽ കണക്ഷൻ വഴി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഫ്രം ദിസ് ഓപ്ഷൻ തന്നെ നമുക്കറിയാം വോൾട്ടേജ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. കറണ്ട് കപ്പാസിറ്റി സീരീസ് കണക്ഷൻ വഴിയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ബിക്കം ഇൻഫിനിറ്റി ആൻഡ് വോൾട്ടേജ് ബിക്കം 0. അതൊന്നും അല്ല ആൻസർ. വോൾട്ടേജ് കൂടുകയാണ് ചെയ്യുന്നത്. സോറി, ഈ പാരലൽ ഗ്രൂപ്പിംഗിൽ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നത് സീരീസ് ഗ്രൂപ്പിംഗിലാണ്. കറണ്ട് കപ്പാസിറ്റിയാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ. 3 2V സെൽസ് സീരീസ് ആയിട്ടാണെങ്കിൽ എത്രയാണ് വാല്യൂ വരുന്നത്? 2 × 3 അല്ലേ? എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. തന്നിരിക്കുന്നത് അതായത് പ്ലസ് ചെയ്യുന്ന പോലെ, അങ്ങനെ 3 എന്ന് വന്നതുകൊണ്ടാണ് ഞാൻ 2 × 3 ചെയ്തത്. അല്ലെങ്കിൽ ഇതാ സമ്മാണ് ഉദ്ദേശിക്കുന്നത്. 2 + 2 + 2 ആണ് എന്ത് വരുന്നത്? സീരീസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് പ്ലസ് ആയിരിക്കും. അതായത് 2 + 2 + 2 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ പാരലൽ പ്ലേറ്റ് ആണെങ്കിലോ
2 വോൾട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2 തന്നെയായിരിക്കും. പാരലൽ കണക്ഷൻ കീപ്സ് വോൾട്ടേജ് സെയിം. എപ്പോഴും പാരലലിൻ്റെ അകത്ത് വോൾട്ടേജിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരില്ല, കറണ്ടിനായിരിക്കും ചേഞ്ച് വരുന്നത്. നെക്സ്റ്റ് ഇസ് അഡ്വാൻറ്റേജസ്. ഓക്കെ, സീരീസ് ഗ്രൂപ്പിംഗ് ആണ്. സീരീസ് ഗ്രൂപ്പിംഗ് നമുക്ക് ഇസ് യൂസ്ഡ് ടു ഇൻക്രീസ്. എന്ത് ഇൻക്രീസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിങ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാനാണ് യൂസ് ചെയ്തത്. വോൾട്ടേജ് ഓഫ് സെൽസ് ആഡ്സ് ഇൻ സീരീസ് കണക്ഷൻസ്. അപ്പോൾ വോൾട്ടേജ് ഓഫ് സെൽ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, സീരീസ് കണക്ഷനിൽ ആഡ് ചെയ്താണ് വരുന്നത്. ഓക്കെ, പാരലൽ ഗ്രൂപ്പിംഗ് ഇസ് യൂസ് ടു ഇൻക്രീസ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? യെസ്, കറണ്ട് കപ്പാസിറ്റീനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പാരലൽ ഗ്രൂപ്പിംഗ് ഇൻക്രീസസ് ആംബിയർ അവർ കപ്പാസിറ്റി എന്ത് ചെയ്യും, കൂടും. ആംബിയർ അവർ കൂടുകയാണ് ചെയ്യുന്നത്. ഇനി മിക്സഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്. അതായത് സീരീസ് പാരലൽ കണക്ഷന് നമ്മൾ എന്ത് ചെയ്യും, ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യും. അങ്ങനെ ഗ്രൂപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഇപ്പം ഹയർ വോൾട്ടേജ് അല്ലെങ്കിൽ ഹയർ കറണ്ട് കപ്പാസിറ്റി ആവശ്യമുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവ രണ്ടും കൂടി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും അല്ലെ. രണ്ടും ഇൻക്രീസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് സെല്ലാണ്. ഇപ്പോൾ ഒപ്പോസിഷൻ ഓഫേർഡ് ഇൻസൈഡ് എ സെൽ ഇസ് കോൾഡ്. അതായത് സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ഒപ്പോസിഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒപ്പോസിഷനെ പറയുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന റെസിസ്റ്റൻസ് ആണ്. സോ ഇലക്ട്രോലൈറ്റ് ആൻഡ് ഇലക്ട്രോഡ്സ് ഒപ്പോസ് കറണ്ട് ഫ്ലോ ഇൻസൈഡ് ദ സെൽ. അപ്പോൾ ഇലക്ട്രോലൈറ്റും ഇലക്ട്രോഡ്സും എന്ത് ചെയ്യും, കറണ്ട് ഫ്ലോയെ ആക്ച്വലി എന്താ ചെയ്യുക, ഒപ്പോസ് ആണ് ചെയ്യുന്നത്. സെല്ലിനുള്ളിലാണ് പറയുന്നത്. ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം എന്ത് സംഭവിക്കും, കറണ്ട് ഫ്ലോനെ ഇൻസൈഡ് ദ സെൽ എന്ത് ചെയ്യും, ഒപ്പോസിങ് നേച്ചർ കാണിക്കും. ആൻഡ് ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് കാരണം നമുക്ക് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ആവാൻ സാധ്യതയുണ്ട്, കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, റെഡ്യൂസ് ടെർമിനൽ വോൾട്ടേജ് ആൻഡ് എഫിഷ്യൻസി. നമ്മുടെ വോൾട്ടേജ് മാത്രമല്ല അവിടുത്തെ എഫിഷ്യൻസി എന്ത് ചെയ്യും, കുറഞ്ഞുകൊണ്ടിരിക്കും. ബിക്കോസ് ഓഫ് ദിസ് ഹൈ ഇന്റേണൽ റെസിസ്റ്റൻസ് ഒരു പരിധിയേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വോൾട്ടേജും എഫിഷ്യൻസി എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവും. ഓക്കെ, ഇനി EMF എന്ന് പറയുന്നത് ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം EMF എന്ന് പറയുന്നത് അവിടുത്തെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് തന്നെയാണ്. ടോട്ടൽ വോൾട്ടേജ് ജനറേറ്റഡ് ബൈ എ സെൽ. എത്ര വോൾട്ടേജ് ഒരു സെല്ലിനെ ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിനെയാണ് ഇവിടെ എന്തെന്ന് പറയുന്നത്, EMF എന്ന് പറയുന്നത്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ എത്രത്തോളം വോൾട്ടേജ് അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് EMFൻ്റെ യൂണിറ്റ്. നോർമൽ തന്നെ വോൾട്ട് തന്നെയാണ് EMFൻ്റെ യൂണിറ്റ്. EMF എന്തായിട്ട് മെഷർ ചെയ്യുന്നത്, വോൾട്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ഓക്കെ, ഡ്രൈ സെൽ, അതായത് ഇലക്ട്രോലൈറ്റ്, നമ്മൾ ഡ്രൈ സെല്ലിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഇതും പഠിച്ചിരിക്കണം. പേസ്റ്റ് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുക, ഡ്രൈ സെല്ലിൽ യൂസ് ചെയ്യുക. ഡ്രൈ സെല്ലിൽ യൂസ് ചെയ്യുന്ന ആളാരാണ്, പേസ്റ്റ് ഇലക്ട്രോലൈറ്റിനെയാണ് ഡ്രൈ സെല്ലിൽ യൂസ് ചെയ്യുന്നത്. ഡ്രൈ സെൽ യൂസ് മോയിസ്റ്റ് പേസ്റ്റ് ഇലക്ട്രോഡ് ഇൻസ്റ്റെഡ് ഓഫ് ലിക്വിഡ്. ലിക്വിഡിന് പകരം നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ പഠിച്ചല്ലോ, ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തതെല്ലാം ലിക്വിഡ് ആയിരുന്നു. ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി സെൽസ് നമ്മൾ പഠിച്ചപ്പോൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത സൾഫ്യൂരിക് ആസിഡ് ഉണ്ട്, പിന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്സ് ഉണ്ട്. ദേ ആർ ഓൾസോ, അതെല്ലാം എന്താണ്, ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ്, അത് എപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിലാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു പേസ്റ്റ് നേച്ചറാണ് കാണിക്കുന്നത്. അവരെന്താണ്, മോയിസ്റ്റ് പേസ്റ്റ് ആണ്. അതായത് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ലിക്വിഡിലല്ല, മോയിസ്റ്റ് പേസ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഓക്കെ, സോ അവർ പേസ്റ്റ് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും. ദ സിങ്ക് കണ്ടെയ്നർ ഇൻ ഡ്രൈ സെൽ ആക്ടേഴ്സ്. ഇനി അവിടെ സിങ്ക് കണ്ടെയ്നറുകളുണ്ട്. ആ സിങ്ക് കണ്ടെയ്നറുകളാണ് ഡ്രൈ സെല്ലിൽ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ആനോഡുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ഇവിടെയും ആനോഡ് ഉണ്ടല്ലേ, ഡ്രൈ സെല്ലിലും ആനോഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ സിങ്ക് കണ്ടെയ്നർ ആണ് ആരായിട്ട് ആക്ട് ചെയ്യുക, ആനോഡായിട്ട് ആക്ട് ചെയ്യുക. ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ആളാരാണ്, സിങ്ക് കണ്ടെയ്നർ ആണ്. സോ സിങ്ക് കണ്ടെയ്നർ ഇസ് ദി
നെഗറ്റീവ് ഇലക്ട്രോഡ്. ഇവിടെ സിങ്ക് കണ്ടെയ്നേഴ്സ് ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് സിങ്ക് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ഇലക്ട്രോഡ് ആണ്. സോ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് പോവുക. സിങ്ക് കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആനോഡായിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്, അത് നെഗറ്റീവ് ഇലക്ട്രോഡ് കൂടിയാണ്. ഇനി കാർബൺ റോഡ് ഇൻ ഡ്രൈ സെല്ല് എന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഥോഡ്. വേണമെങ്കിൽ CC എന്ന് ഓർത്ത് വെക്കാം. സോ ഹിയർ പേസ്റ്റ് രൂപത്തിലാണ് ഇലക്ട്രോലൈറ്റ് ഇരിക്കുന്നത്. അതുപോലെ എന്താണ്, സിങ്ക് കണ്ടെയ്നറുകളാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ കാർബണിൻ്റെ റോഡുകളാണ് ഡ്രൈ സെല്ലിൽ ആരായിട്ട് ആക്ട് ചെയ്യുന്നത്, കാഥോഡുകളായിട്ട് ആക്ട് ചെയ്യുന്നത്. കാർബൺ ഫോംസ് ദി പോസിറ്റീവ് ടെർമിനൽ. ദിസ് കാർബൺ റോഡാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. അതുപോലെ പോസിറ്റീവ് ടെർമിനലായിട്ട് ആക്ട് ചെയ്യുന്നത് ഇവരാണ്. ഓക്കെ. സോ അഡ്വാൻറ്റേജസ് ഓഫ് ഡ്രൈ സെല്ലാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡ്രൈ സെല്ലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈസി പോർട്ടബിലിറ്റി ആണ്. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബട്ടൺ സെല്ല് എന്നൊക്കെ പറയുന്നതും ഈ ഡ്രൈ സെല്ല് പോലത്തെ ഒരു ഡിവൈസ്. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോർട്ടബിലിറ്റി ഉണ്ട് അതിന്. അതായത് വളരെ കോമ്പാക്റ്റ് ആണ്, നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനുള്ള ഒരു എളുപ്പമുണ്ട് ഡ്രൈ സെല്ലാണെങ്കിൽ. ഓക്കെ. നെക്സ്റ്റ്, ഡ്രൈ സെല്ലിൻ്റെ ലിമിറ്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്തിന് സ്യൂട്ടബിൾ അല്ല, ഹെവി കറണ്ട് ആപ്ലിക്കേഷൻസ് ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡ്രൈ സെല്ല് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല. സോ ലിമിറ്റഡ് കറണ്ട് കപ്പാസിറ്റി മാത്രമേ ആർക്കുള്ളൂ, ഡ്രൈ സെൽസിന് ഉള്ളൂ. സോ അതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്, ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. എന്താണ്, ലിമിറ്റഡ് കറണ്ട് കപ്പാസിറ്റി മാത്രമേ ആർക്കുള്ളൂ, ഡ്രൈ സെല്ലിന് ഉള്ളൂ. സെക്കൻഡറി സെൽ എന്ന് പറയുമ്പോൾ, സെക്കൻഡറി സെല്ലിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എന്താണ്, നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഓപ്ഷൻസിൽ നിന്ന് തന്നെ നമുക്കറിയാം, റീയൂസബിൾ ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെക്കൻഡറി സെല്ലെന്ന് വിളിക്കുന്നത്. സോ സെക്കൻഡറി സെല്ലിൻ്റെ പ്രത്യേകത എന്താണ്, റീയൂസബിൾ ആണ് ആഫ്റ്റർ ചാർജിങ്. സോ സെക്കൻഡറി സെൽ ക്യാൻ ബി ചാർജ്ഡ് റിപ്പീറ്റഡ്ലി. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ചാർജ് ചെയ്യാൻ പറ്റും. കാരണം അതിലെ കെമിക്കൽ റിയാക്ഷൻസ് ആണ് റിവേഴ്സിബിൾ ആണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവേഴ്സ് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. സോ അതാണ് സെക്കൻഡറി സെൽ എന്ന് പറയുന്നത്. ഓക്കെ. ലെഡ് ആസിഡ് ബാറ്ററിയുടെ ആപ്ലിക്കേഷൻ ആണ്. ലെഡ് ആസിഡ് ബാറ്ററീസ് കോമൺലി യൂസ്ഡ് ഇൻ, എവിടെയാണ് യൂസ് ചെയ്യുന്ന ലെഡ് ആസിഡ് ബാറ്ററീസ്, ഓട്ടോമൊബൈൽസിലാണ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ലെഡ് ആസിഡ് ബാറ്ററീസിനെ യൂസ് ചെയ്യുന്നത്. സോ ലെഡ് ആസിഡ് ബാറ്ററീസ് പ്രൊവൈഡ് ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട്. സോ ലെഡ് ആസിഡ് ബാറ്ററീസ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് കറണ്ട് എന്തായിരിക്കും, വളരെ കൂടുതലായിരിക്കും, സ്റ്റാർട്ടിംഗ് കറണ്ട് ഹൈ ആയിരിക്കും. സോ ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ് എന്ത് ചെയ്യുന്നത്, ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് പ്രൊവൈഡ് ചെയ്യിപ്പിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഓട്ടോമൊബൈൽസിലേക്ക് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടുതലായതുകൊണ്ട് നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററീസിനെയാണ് യൂസ് ചെയ്യുക. നെക്സ്റ്റ്, നിക്കൽ അയോൺ സെല്ലാണ്. നിക്കൽ അയോൺ സെല്ലിന് മറ്റൊരു പേരുകൂടി ഉണ്ട്, അത് എഡിസൺ സെൽ എന്നാണ്. സോ എഡിസൺ സെൽ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്, നിക്കൽ അയൺ സെല്ലിനെയാണ്. സോ നിക്കൽ അയൺ ബാറ്ററി വാസ് ഡെവലപ്ഡ് ബൈ തോമസ് എഡിസൺ ആണ്. സോ അതുകൊണ്ടാണ് ഈ പേര് ഇങ്ങനെ കിട്ടുന്നത്. നിക്കൽ അയൺ സെല്ലിനെ പറയുന്ന പേരാണ് എഡിസൺ സെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, നിക്കൽ അയൺ സെൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റ് അത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡുകളാണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിക്കൽ അയൺ സെല്ലിൽ യൂസ് ചെയ്യുന്നത്. ഇനി നിക്കൽ അയൺ സെല്ലിലെ ഇലക്ട്രോലൈറ്റ് ആരാണെന്ന് ചോദിച്ചല്ലോ, ആരാണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. അത് നിക്കൽ അയൺ സെല്ലിൽ യൂസസ് ആൽക്കലൈൻ ഇലക്ട്രോലൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ 100 ആംപിയർ അവർ ബാറ്ററി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബോത്ത് എ ആൻഡ് ബി ആണ്. ലൈക്ക് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 100 ആംപിയർ അവർ ബാറ്ററി ക്യാൻ സപ്ലൈ 100 ആംപിയർ ഫോർ 1 അവർ എന്നും അർത്ഥമുണ്ട്. അതുപോലെ എന്താണ്, 10 ആംപിയർ ഫോർ 10 മണിക്കൂർ എന്നും അർത്ഥമുണ്ട്. അത് രണ്ടും എന്താണ്, കറക്റ്റാണ്. ബാറ്ററി കപ്പാസിറ്റി ഈസ് കറണ്ട് ഇൻറ്റു ടൈം ആണ്. സോ 100 ആംപിയർ അവറിന് രണ്ട് സാധ്യതയുണ്ട് അല്ലേ. ചിലപ്പോൾ അത് 100 ആംപിയർ 1 അവർ ആവാം, ചിലപ്പോൾ 10 വെച്ചിട്ട് ആകാം. കാരണം നമുക്ക് ഇക്വേഷൻ എത്ര നമുക്ക് അറിയൂ, കറണ്ട് ഇൻറ്റു ടൈം എന്നുള്ളതേ അറിയൂ. അപ്പോൾ ഈ രണ്ട് ചാൻസും അതിന് ഉണ്ട്. സെൽ മെയിൻ്റനൻസ്, അതായത് പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് സെല്ല് നമുക്ക് എന്ത് ഇൻക്രീസ് ചെയ്യിപ്പിക്കും, ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ.
സോ ഇറ്റ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ആൻഡ് ദ റിലയബിലിറ്റി. നമുക്ക് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? സെൽ മെയിൻ്റനൻസ് നന്നായിട്ട് ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും.